ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ആറാട്ടണ്ണൻ്റെ കേസ് എല്ലാവരും അറിഞ്ഞു കാണും. ആറാട്ടണ്ണനെതിരെ കേസെടുത്തിരിക്കുകയാണ്. അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു വകുപ്പിട്ട് കേസെടുത്തിരിക്കുകയാണ്. ആറാട്ടണ്ണൻ എല്ലാ നടിമാരെയും എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്ന് നമുക്കറിയാം. നിങ്ങൾ തമ്മിലിൽ കണ്ടതാണ്. അങ്ങനെ വിശേഷിപ്പിച്ച ആറാട്ടണ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ചെകുത്താൻ. ചെകുത്താൻ വന്നിരിക്കുകയാണ്. അപ്പം എന്നിട്ട് പറയാണ്, ഈ പുള്ളി പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന പദം ഒരു തൊഴിലാണ്. അത് കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ച ഒരു തൊഴിലാണ് പുള്ളി പറഞ്ഞത്. അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ ഇസ് എ പ്രൊഫഷൻ എന്നാണ് പുള്ളി പറയുന്നത്. അത് പ്രൊഫഷനായിട്ട് സുപ്രീം കോടതി അംഗീകരിച്ചാണ്. അപ്പോൾ അതൊരു തൊഴിലല്ലേ? അപ്പോൾ ആ തൊഴിലാണ് നിങ്ങൾ കുറച്ച് പേര് ചെയ്യുന്നതെന്ന് ആറാട്ടണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് തെറ്റ്? നിങ്ങൾ ആ തൊഴിലിനെ കുറച്ച് കാണുകയാണോ എന്നാണ് നമ്മുടെ ചെകുത്താൻ പറഞ്ഞത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഏതെങ്കിലും ഒരുത്തൻ ആ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുകയാണ്, നിൻ്റെ അമ്മ അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെകുത്താൻ എൻ്റെ അമ്മ സിമ്പിളല്ലേ, നല്ല ജോലിയല്ലേ ഇത്, എൻ്റെ അമ്മയ്ക്ക് പോകല്ലോ എന്ന് ചെകുത്താൻ പറയൂ? എടീ, നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യാം. പക്ഷെ മാന്യതയുള്ള കാര്യത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യാവും. എല്ലാ പെണ്ണുങ്ങളെയും ഇങ്ങനെ പറയുമ്പോഴത്തേക്കുവേ അത് അവരുടെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ അതെങ്ങനെ ഫീൽ ആവും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അത് അമ്മയും പെങ്ങളുള്ളവരെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ പിന്നെ പറഞ്ഞത് തുടരും സിനിമയെ നീ കൂതറ സിനിമയെന്ന് പറഞ്ഞു. കേരളത്തിലാകെ ഒരുത്തം മാത്രമേ തുടരും സിനിമ കൂതറ സിനിമയെന്ന് പറഞ്ഞുള്ളൂ. അതൊരു പൊട്ടനായ നീ മാത്രമാണ്. നീ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ലാലേട്ടൻ്റെ കുറേ മോശം പടങ്ങൾ വന്നപ്പോഴത്തേക്ക് നീ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കേട്ടു, ഓക്കെ ശരി, ഓക്കെ, അത് സിനിമ മോശം സിനിമ ആയതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ തുടരുമെന്ന് പറഞ്ഞ സിനിമ നീ കാണാതെ നിന്റെ തൊള്ളയ്ക്കകത്തുനിന്ന് വന്ന വാക്ക് അത് വളരെ മോശമായിപ്പോയി. ഒരു മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ വരുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം നീ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നീ വെറും ഒരു വേസ്റ്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും. ഞാൻ വേസ്റ്റ് എന്ന് വിളിക്കുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ വലിയ ചീത്തകളാണ് ഞാൻ മനസ്സിൽ വിളിക്കുന്നത്. പക്ഷേ ആളുകൾ കേൾക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് ഒരു കൂട്ടം സ്ത്രീകളെ വിളിക്കുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു തൊഴിലാണെന്ന് പറയുന്നത് നിന്റെ അമ്മയെ പോലും നിനക്ക് അങ്ങനെ വിളിക്കാൻ നിനക്ക് ധൈര്യം കാണും. ആ ഒരു ധൈര്യമുള്ളവർ മാത്രമേ ഈ ഒരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോസ്റ്റിറ്റ്യൂഷൻ നീ പോയി നിന്റെ വീട്ടുകാരുടെ അടുത്ത് പറയണം, അമ്മയുടെ അടുത്ത് പെങ്ങളുടെ അടുത്ത് നോക്കുക, അമ്മേ സുപ്രീം കോടതി അംഗീകരിച്ചതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തൊഴിലിൽ പോകാം. പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നൊരു തൊഴിലുണ്ട്, അതിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് എവിടെ പോയാലും ജോലി കിട്ടും, അപ്പം ഇങ്ങനത്തെ വർക്ക് നിങ്ങൾക്ക് ഇറങ്ങാം, അത് സുപ്രീം കോടതി അംഗീകരിച്ചതല്ലേ. അപ്പം അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ പോയാൽ എന്താ എന്ന് നിനക്ക് ചിലപ്പോൾ നിന്റെ വീട്ടുകാരോട് ചോദിക്കാൻ തോന്നുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നീ ഇതൊരു സുപ്രീം കോടതി അംഗീകരിച്ച തൊഴിലാണ്, ഇതിന് മാന്യതയുണ്ട്, തൊഴിലിന് മാന്യത ഉണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവരെ വിടൂ. ആ വീട്ടിലുള്ളവരെ വിട്ടിട്ട് നീ പറ, എൻ്റെ അമ്മയും പെങ്ങളൊക്കെ ഇതാണ് ചെയ്യുന്നത്, അപ്പം ആറാട്ടണ്ണൻ നീ ഒരു വാക്ക് പറഞ്ഞത് എന്താണ് തെറ്റ് എന്ന് നിനക്ക് ചോദിക്കാം. ഈ വീഡിയോ ഇട്ട് തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് നീ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടല്ല, ഈ ഒരു പ്രവൃത്തി നിന്റെ വായിന്ന് വന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്, ഈ ഒരു സിനിമയ്ക്ക് നീ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞത് നീ മാത്രമാണ് കേരളത്തിൽ ആകെ ഒരുത്തൻ ഈ സിനിമയെ നെഗറ്റീവായിട്ട് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നിന്റെ പടി വിട്ടാൽ മതി. ഓക്കെ, നന്ദി, നമസ്കാരം.